ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്ന് ഭദ്രകാളി അമ്മയ്ക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വീടുകളിൽ അതും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതെൻ്റെ എല്ലാ റീഡിങ്ങിലും ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഏത് ദിവസം വേണമെങ്കിലോ ഏത് സമയം തൊട്ടോ നിങ്ങൾക്ക് കാണാം. ആ സമയം മുതൽ നിങ്ങൾക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യും. ഈ ദിവസം തന്നെ കാണണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ കാണാൻ പറ്റുന്നത് ആ ദിവസം തൊട്ട് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഭദ്രകാളി അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളെ പറ്റി നോക്കാം. ദുരിതശാന്തി, ശത്രുദോഷ നിവാരണം, കാര്യവിജയം എന്നിവയ്ക്കായി അമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ചൊവ്വ, വെള്ളി, അഷ്ടമി, ഭരണി നാൾ എന്നിവയാണ് ഈ വഴിപാടുകൾ ചെയ്യാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ. കടും പായസം കാര്യവിജയത്തിനായി, കരിക്ക് അഭിഷേകം രോഗശാന്തിക്കും ദുരിതമോചനത്തിനും, ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ അകലാൻ, ചെമ്പരത്തി പൂമാല നിങ്ങളുടെ ദുരിതങ്ങൾ മാറി ഐശ്വര്യം വർദ്ധിക്കാൻ. അതുപോലെ തന്നെ ശത്രുദോഷം ഉള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ചുവന്ന പട്ട് സമർപ്പിച്ചതിന് ശേഷം എൻ്റെ ശത്രുദോഷങ്ങൾ എല്ലാം മാറ്റിത്തരണം അമ്മേ എന്ന് പറഞ്ഞ് ഈ ചുവന്ന പട്ട് അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ തടസ്സങ്ങളോ എന്തെങ്കിലും ഭാഗ്യക്കേടായിട്ട് ഭാഗ്യം തുണയ്ക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നാളിൻ്റെ അന്ന് ഭാഗ്യസൂക്തം നടത്താവുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇത് നടത്തുന്നത് നിങ്ങൾക്ക് ഭാഗ്യം ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സഹായിക്കും. തടസ്സങ്ങളൊക്കെ വിട്ടുമാറാനും വളരെ നല്ലതാണ്. വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ടും പ്രാർത്ഥിക്കാൻ, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. പ്രാർത്ഥിക്കുന്നവർ അത് തുടർന്ന് കൊണ്ടുപോകാനും വേണ്ടി ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അമ്മയൊന്ന് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ കുറേ കൂടെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വിഷമങ്ങളൊക്കെ മാറ്റി വെക്കാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കാം. അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ചിലർക്ക് ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഡബിൾ മൈൻഡഡ് ആയിട്ട് രണ്ട് മനസ്സോടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അയ്യോ അവരൊക്കെ കണ്ടോ ഒരുപാട് നല്ലതായി, ഞാൻ എൻ്റെ അവസ്ഥ എന്ന് പറയുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ എനിക്ക് കുറേ മോശമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പോവരുത് എന്ന് ആഗ്രഹിച്ച സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഈ കാണുന്ന നിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും. അത് ചിലപ്പോൾ നിൻ്റെ മനോധൈര്യമായിരിക്കും, അതുമല്ലെങ്കിൽ നിൻ്റെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ നീ നിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും. അവരെ നീ തിരിച്ചറിയണം. ഇപ്പം പണ്ട് നീ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് കരയുക, എന്താ പറയുക, മാനസികമായിട്ട് പെട്ടെന്ന് തളർന്നു പോവുക, ധൈര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് നീ ഈ കാണുന്ന ധൈര്യമുള്ള, അത്രയും മനോധൈര്യമുള്ള ഒരാളായിട്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങളിലേക്കാണ് അമ്മ കൊണ്ടുപോയത്. അതിൽ നീ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പം നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലേക്ക്, ആ ഒരു വഴിയിലൊക്കെ പോയപ്പോഴായിരിക്കും നീ പല ആൾക്കാരെയും കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. അതും അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി, അതും അല്ലെങ്കിൽ നീ നിന്നെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ, നീ ഇത്രയും നല്ല ആയിരുന്നോ എന്ന് വെച്ചാൽ നിനക്ക് ഇത്രയും മനോധൈര്യം ഉണ്ടായിരുന്നോ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ജോലിയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ നിൻ്റെ സംസാരിക്കാനുള്ള കഴിവുകൾ എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലർ സംസാരം കൊണ്ട് ഇങ്ങനെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിൻ്റെ ശബ്ദം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരുന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും എന്നുള്ള രീതിയിൽ മാറി നിന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നീ ഇപ്പം നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്.
നീ ആ സംസാരം കൊണ്ട് നേടിയെടുക്കുന്നുണ്ട് പല കാര്യങ്ങളും. നിനക്ക് തന്നെ നിൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ്. കൂടെ നിന്നെ ചതിച്ചിട്ടുള്ളവരെ, കള്ളം പറയുക, പറഞ്ഞു പറ്റിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒക്കെ നിൻ്റെ നല്ല കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അവരൊക്കെ ഒരുപാട് രക്ഷപ്പെട്ടു, ഞാൻ എങ്ങും എത്തിയില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട്, ഈക്വൽ ആവുന്നുണ്ട്, നിങ്ങൾ തുല്യരാവുന്നുണ്ട്. ഒരു പക്ഷേ അവരെക്കാൾ മേലെ നിങ്ങൾ എത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യങ്ങളിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളെയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യണ്ട. കാരണം അത് നിങ്ങളാക്കി മാറ്റി, ഇന്ന് ഈ കാണുന്ന നിങ്ങളാക്കി മാറ്റിയത് ഈ പറയുന്ന നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സാഹചര്യമാണ്. ആ കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളെ ഒരിക്കലും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ആ കടന്നു വന്ന വഴികളിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലരുടെ ചതികളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിലർക്കത് സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾ ഇമോഷണലി, ഞാൻ പറഞ്ഞില്ല മുന്നേ, നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ കുറേ കൂടെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് കുറേ കൂടെ നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ എന്താ പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കി സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിൽക്കാൻ നിങ്ങൾ പഠിച്ചു എന്നല്ല, പഠിപ്പിച്ചു. സാഹചര്യം നിങ്ങളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി എന്ന് വെച്ചാൽ നിങ്ങളുടെ മാനസികപരമായിട്ട് നിങ്ങൾ കുറേ കൂടെ സ്ട്രോങ് ആയി. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് അമ്മ പറയുന്നുണ്ട് എങ്കിൽ പോലും അമ്മ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചില നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്ങിലേക്ക്, നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ നിൻ്റെ കൂടെ ഉണ്ടാവണം, ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അതിനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ്. ആ കാര്യങ്ങളിൽ അവർ പോയല്ലോ, അവർ നഷ്ടമായി പോയല്ലോ, അല്ലെങ്കിൽ അവരെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് കാണുന്നവരിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയ സാഹചര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലർക്കത് പുതിയൊരു സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ വീട്, അല്ലെങ്കിൽ ജോബ് സിറ്റുവേഷൻസ്, ജോലിയിലുള്ള മാറ്റം, അതൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു പൊസിഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പേടിക്കുന്നുണ്ടായിരിക്കും, എന്ന് വെച്ചാൽ പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ എന്നുള്ളതിനെ പറ്റി. അങ്ങനല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലം, അല്ലെങ്കിൽ ഒരു പുതിയൊരു നിങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാൻ പറ്റുന്നത് അത് പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിങ്ങളുടെ പഴയതായിട്ടുള്ളതെന്നല്ല, നിങ്ങളൊരു പുതിയൊരാളാവാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണത്, ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യപൂർവ്വം നിങ്ങൾ പലരും മുന്നോട്ട് വരുന്നുണ്ട്. പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ ആൾക്കാരിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ധൈര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം നടന്നാലും അതെല്ലാം നിങ്ങളുടെ നല്ലതിന്. ഈ ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമ്മയും നിങ്ങളോട് പറയുന്നത് ഈ ഒരു സന്ദേശം തന്നെയാണ്. എന്ത് കാര്യം നടന്നാലും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മ നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി മറക്കരുത്. പ്രാർത്ഥനയാണ് നിങ്ങളെ മുന്നോട്ട് ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടേക്കുക. നിങ്ങളെപ്പോഴും ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.